ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ ചെറിയൊരു കുക്കിങ്ങും ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫും, അതായത് ഉച്ച വരെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ടുട്ടുമോളും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമേ. ചേട്ടയ്ക്ക് ഡ്യൂട്ടിക്ക് ചോറ് കൊണ്ടുപോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാകും കേട്ടോ. അപ്പോൾ രാവിലെ ചോറായി, പിന്നെ മീൻ പീര് വെച്ചു കേട്ടോ. അപ്പം അഭിമുഖം പിന്നെ മീൻ പീര ഒന്നും വേണ്ട, അഭിക്കുന്ന അവധിയുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകി അവിടെ ഇവിടെ എല്ലാം കൂടെ പിടിച്ചിട്ട് കേട്ടോ. രാവിലെ നല്ല വെയിലുണ്ടല്ലോ. എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് നമ്മുടെ ആടലോടകവും പനിക്കൂർക്കൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കേട്ടോ. ചുമ മാറാനായിട്ട് ഈ വെള്ളം കുടിക്കണം നല്ലതാട്ടോ. പിന്നെ ഇവിടെ ഒരാളെന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, എൻ്റെ അപ്പൂസൂട്ടൻ. അത് ഓൾറെഡി ഞാൻ അടിച്ചു വാരിക്ക് വൃത്തിയാക്കി ഇട്ടേ കേട്ടോ. പിന്നെ അവന് ഞാൻ സ്വന്തമായിട്ട് ഉപ്പിട്ട് ഇച്ചിരി പ്ലേറ്റ് ഇട്ട് കൊടുത്തതാണ്. അവനെ ഓൾറെഡി വരി കൊടുത്തു, നല്ല ഇത്തിരി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അവനതിട്ട് കളിച്ച് അതെല്ലാം അവിടെ ഇട്ട് കേട്ടോ. അപ്പോൾ അവൻ തന്നെ അത് വാരി കളഞ്ഞേ കാണുന്നത്. എന്നിട്ട് എടുത്ത സാധനം അത് ഇരുന്നിടത്ത് തന്നെ തിരിച്ചു കൊണ്ട് പോക്കാണ് കേട്ടോ. ചേച്ചി വീട്ടിലപ്പം ചേച്ചിയുടെ കൂട്ടത്തിൽ കളിക്കുകയൊക്കെ ചെയ്തോളും കേട്ടോ. അല്ലെ പിന്നെ വഴക്കായിരിക്കും, എന്നെ കിച്ചണിൽ കുക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ ചേച്ചി ഉള്ള കാരണം അവിടെ ചേച്ചിയുടെ കൂട്ടുന്ന ടി വി കണ്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇച്ചിരി വെള്ളം കൊണ്ട് ചേർത്ത് ഒടിച്ചെടുക്കണതേ ഉള്ളൂ ഞാൻ കേട്ടോ. അത് ഞാൻ ചുമ്മാ ഒരു എളുപ്പത്തിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. സാധാരണ പരിപ്പ് നമ്മളിങ്ങനെ അരച്ചൊക്കെ എടുത്ത് തേങ്ങ അരച്ചാൽ ഉണ്ടാക്കാനൊക്കെ കടുക് പൊട്ടിച്ച്. അപ്പോൾ ഞാൻ അങ്ങനൊന്നും ചെയ്യണില്ല, വെറുതെ കടുക് താളിച്ച് എടുക്കണേ ഉള്ളൂ. മീൻകറിയും പരിപ്പരും പപ്പടം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. പിന്നെ മീൻകറിയും പപ്പടം അതൊക്കെ നല്ലൊരു കോമ്പിനേഷൻ, നല്ലതാണ് കഴിക്കുക. അങ്ങനെയൊക്കെ സാധാരണ ഞാൻ മറ്റേ പാട് പരിപ്പരം ഉണ്ടാക്കാറുള്ളൂ. എന്തോ പരിപ്പ് അരച്ചെടുത്ത് തേങ്ങ അരച്ചൊക്കെ എടുക്കുന്ന ഉണ്ടാക്കാറുള്ളൂ. ഇതിപ്പോൾ എനിക്കങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് പരിപ്പ് അരയ്ക്കാനും തേങ്ങ ചിരണ്ടെടുക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വേഗത്തിൽ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി പപ്പടം കൂടെ കാച്ചണം. ചില പപ്പടത്തിനൊക്കെ ഭയങ്കര ഉപ്പാണ്, അത് കൂട്ടി ചോറിനാൻ തോന്നത്തില്ല. അപ്പോൾ ഇത് വേറെ ലൂസായിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ചാണേ. അപ്പോൾ ഇങ്ങനെ പേപ്പറിൽ മടക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്, അതിങ്ങനെ മടങ്ങിയിരിക്കും കേട്ടോ. അത് കാരണം അതിനെ നിവർത്തിയെടുക്കണം ഇച്ചിരി പാട്. പിന്നെ അബിക്ക് പരിപ്പ് കറിയും പപ്പടം കൂട്ടി ചോറ് കൊടുത്തിട്ടോ. എനിക്കും അപ്പൂസിനും കൂടെ മീൻ പീരിയും പരിപ്പ് കറിയും പപ്പടം കൂട്ടി ഞങ്ങളും ചോറ് കഴിച്ചു. ഞാൻ വെറുതെ പുറത്തേക്ക് നോക്കിയാണ് കേട്ടോ. അപ്പോൾ കാണാം നമ്മുടെ ടുട്ടുമോള് സിറ്റൗട്ട് വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമോ പാവം കേട്ടോ. കഷ്ടം തോന്നി എനിക്ക് കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ അവിടെ നിന്ന് കണ്ട് പറന്നു വന്ന് വീണതാണ് കേട്ടോ. അപ്പം ഞാൻ അവക്കൂടെ ചോറ് ചെമ്മീനും കുറച്ച് ചോറും കൂടെ അവക്കൂടെ എടുത്തു കേട്ടോ. അപ്പോഴത്തെ ചെമ്മീൻ ഇരുന്നത് അതും ചോറും കൊണ്ട് മിക്സ് ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ മീൻ മാത്രമേ പറഞ്ഞ് തിന്നോളൂ, ചോറിനത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ മിക്സ് ചെയ്തിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്കുന്നതാണ്. ഞാൻ ഡോറ് തുറന്നതൊക്കെ മനസ്സിലായി അവൾ അപ്ലൈയും കരൻ തുടങ്ങി. പാവങ്ങൾ അവരുടെ വിശപ്പൊക്കെ മാറണ്ടേ. നമ്മളെപ്പോഴുള്ള മനുഷ്യർ മനസ്സാക്ഷ്യം കരണം കാണിച്ചെങ്കിലല്ല ഇവരുടെയൊക്കെ വിശപ്പ് ഒന്ന് മാറി കിട്ടുകയുള്ളൂ. ചോറ് വേണോ? വിശക്കണ്ട? ചോറ് വേണോടി? ചോറ് വേണോ? വിശക്കണ്ട? നമുക്ക് വിശക്കുമ്പം നമ്മൾ കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണ്ടേ. പക്ഷേ ഇവർക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇവർക്ക് പട്ടിണിയായി പാവങ്ങളൊക്കെ അല്ലേ. എൻ്റെ ചിന്താഗതി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതുപോലത്തെ മിണ്ടപ്രാണികളെ സ്നേഹിക്കുന്നവർക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ചിന്താഗതി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്ക് ഈ പട്ടിപ്പൂച്ച കോഴി നമ്മുടെ കിളികൾ ഇങ്ങനെയുള്ളതിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.